ആനന്ദം പരമാനന്ദം നിൻ വരവിൻ നാളിൽ കാന്തയായി ഞാൻ ചേർന്നിടും നാളിൽ നിത്യമാമെൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ മോദമായി ഞാൻ പാർത്തിടും നാളിൽ നിത്യമാമെൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ മോദമായി ഞാൻ പാർത്തിടും നാളിൽ നിൻവരവിൻ ലക്ഷണങ്ങൾ കണ്ടിടുമീ നാളുകളിൽ എൻ മനം തുടിച്ചിടും സദാ നിൻവരവിൻ ലക്ഷണങ്ങൾ കണ്ടിടുമീ നാളുകളിൽ എൻ മനം തുടിച്ചിടും സദാ എണ്ണയും വിളക്കുമായി എണ്ണി എണ്ണി കാത്തിടും നിൻ യേശുനാഥ നിൻവരവിനായി എണ്ണയും വിളക്കുമായി എണ്ണി എണ്ണി കാത്തിടും നീ യേശുനാഥ നിൻ വരവിനായി ആനന്ദം പരമാനന്ദം നിൻ വരവിൻ നാളിൽ കാന്തയായി ഞാൻ ചേർന്നിടും നാളിൽ നിത്യമാമിൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ മോദമായി ഞാൻ പാർത്തിടും നാളിൽ നിത്യമാമിൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ മോദമായി ഞാൻ കാത്തിടും നാളിൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. ക്ഷാമവും ഭൂകമ്പവും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 7-8 തിരുവചന ഭാഗങ്ങൾ. മാത്യൂസ് ഗോസ്പൽ chapter 24:7 and 8 verses. For nation shall rise against nation, and kingdom against kingdom, and there shall be famines and pestilences and earthquakes in different places. എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. All these are the beginning of sorrows. Amen. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ വന്ന് കർത്താവിൻ്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞു. അവയിൽ പ്രധാനമായ ഒന്നാണ് ക്ഷാമം. നമ്മൾ ഇന്നത്തെ ചിന്തയിൽ കൂടുതലായി നമ്മൾ ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്, പഠിക്കുന്നത് എന്താണ് ക്ഷാമമെന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 24:7-8 തുടർന്നുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ വരവിന് മുൻപ് ഒരു ദുഷ്കാലം വരുമെന്നും വിശദമായി പറയുന്നു. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ കാലഘട്ടം ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. കേരളീയരായ നമ്മൾ ഓരോ പ്രഭാതത്തിലും സന്തോഷിപ്പിക്കുന്ന വാർത്തയല്ല വർത്തമാന പത്രത്തിലൂടെ നാം വായിച്ച് കേൾക്കുന്നത്, മീഡിയകളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അത്ര സുഖകരമായിട്ടുള്ളൊരു വാർത്തയല്ല. പലരും വിശ്വാസത്തിൽ ഇടറിപ്പോകുന്ന കാലഘട്ടം. അതെ, വിശ്വാസത്തിൻ്റെ പേരിൽ ഒത്തിരി 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 ചോദ്യങ്ങളും പിന്മാറ്റവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടം, അധർമ്മം പെരുകുന്നൊരു കാലഘട്ടം, അനേകരുടെ സ്നേഹത്തെ തണുത്തു പോകുന്ന കാലഘട്ടം. വീണ്ടും നമ്മുടെ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. മത്തായി 24:13-14. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഹല്ലേലൂയ. വളരെ സിമ്പിളായിട്ട് കർത്താവ് എന്നീ ലോകം അവസാനിക്കുമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണം വലിയ ചിന്തയ്ക്കായി കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ കർത്താവിൻ്റെ വരവിന് മുമ്പ് അനേക കാര്യങ്ങൾ സംഭവിക്കും എന്ന് കർത്താവ് പറയുന്നു. അതിനോടൊപ്പം
കർത്താവിൻ്റെ സുവിശേഷം ഭൂലോകം മുഴുവനും പ്രസംഗിക്കപ്പെടും എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനി കിടന്നുറങ്ങല്ലേ. നിന്നാൽ കഴിയുന്നത് പോലെ ഈ ജീവനുള്ള കർത്താവിനെ മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ ഒരിക്കലും ലജ്ജിക്കരുത്, മടിക്കരുത്, പുറകോട്ട് പോകരുത്. അറിയണം നീ ആരാധിക്കുന്നത് ഏത് ദൈവത്തെയാണെന്ന്. കാരണം കോടിക്കണക്കിന് ദൈവമുള്ളൊരു രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. ഒരേ ഒരു ദൈവം, അതിൻ്റെ കർത്താവ് യേശു. അവൻ്റെ വചനം മാത്രമാണ് സത്യം. പലരും സത്യവചനത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കും, എന്നാൽ വചനം നശിച്ചില്ല. ഇന്നും സത്യവചനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പൂർവാധികം ശക്തിയോടെ പ്രഘോഷിക്കപ്പെടുന്നു. പിന്മാറ്റം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ മുന്നേറ്റവും പലയിടങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. കാലത്തിൻ്റെ ഗതികൾ നാം വിവേചിച്ചറിയണം. സ്നേഹം തണുത്തു പോകുന്ന അവസ്ഥ ഇന്ന് ഉണ്ടോ? അധർമ്മം പെരുകുന്നുണ്ടോ? ഉപദ്രവവും കൊലപാതകവും പെരുകുന്നുണ്ടോ? യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടോ? ക്ഷാമവും ഭൂകമ്പവും ഉണ്ടോ? സ്തോത്രം. ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കൂടുതലായി നമ്മുടെ കർണപുടങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കർത്താവിൻ്റെ വരവിന് മുമ്പ് ക്ഷാമമുണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ക്ഷാമം? അവശ്യ വസ്തുക്കളുടെ ഇല്ലായ്മയാണ് ക്ഷാമം. പലതരത്തിലുള്ള ക്ഷാമങ്ങൾ മനുഷ്യരായി നമ്മൾ അഭിമുഖീകരിക്കുന്നു. ഭക്ഷ്യക്ഷാമം, ജലക്ഷാമം, ശുദ്ധവായുവിൻ്റെ ക്ഷാമം, ധനക്ഷാമം, ഇന്ധനക്ഷാമം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ക്ഷാമങ്ങൾ മനുഷ്യർ നേരിടാറുണ്ട്, ഇല്ലയോ? ഈ ഭൗതിക ക്ഷാമങ്ങൾക്ക് പുറമെ ആത്മീയ ക്ഷാമങ്ങളും ഇന്ന് കാണാം. അതിൽ പ്രധാനപ്പെട്ട 2 ക്ഷാമങ്ങൾ ഉണ്ട്. അതെന്താണെന്ന് വചനത്തിലൂടെ നമുക്കൊന്ന് പെട്ടെന്ന് ചിന്തിക്കാം. 1 തിമോത്തിയോസ് 4:13 ഒന്നാമത്തെ ക്ഷാമം വചനക്ഷാമം. തിമോത്തിയോസിനോട് വിശുദ്ധ പൗലോസ് കൊടുക്കുന്ന ഒരു ഡയറക്ഷനാണ്, ഒരു ഉപദേശമാണ്. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് വരെ നാം വചനവായനയിലും വചനധ്യാനത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. സാത്താൻ്റെ പ്രധാനപ്പെട്ട തന്ത്രം നമ്മെ വചനത്തിൽ നിന്ന് അകറ്റുന്നതാണ്. തിരക്കേറിയ ജീവിതത്തിലും ദൈവം നമ്മോട് സംസാരിക്കുവാൻ കാത്തിരിക്കുന്നു എന്ന സത്യം ഒരിക്കലും വിസ്മരിക്കല്ലേ മകനെ, മകളെ. വചനം നമ്മോട് സംസാരിക്കും, നമ്മെ സകല സത്യത്തിലും വഴി നടത്തും, ബലപ്പെടുത്തും, ശക്തീകരിക്കും. എന്നാൽ ഇന്ന് സത്യവചനത്തിന് ക്ഷാമം നേരിടുന്നു. കർത്താവിൻ്റെ വചനം അറിയാതെ മുന്നോട്ടു പോകുന്നവർ അനവധിയാണ്. കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. വചനം ഗ്രഹിച്ചിട്ടും പാലിക്കാതെ പോകുന്നവരും അനേകരാണ്. യു കോൾ മീ ലോർഡ് ലോർഡ് ആൻഡ് വൈ ഡോണ്ട് യു ഒബേ വാട്ട് ഐ സേ? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല? ഇന്ന് നേരിടുന്ന ഒരു ആത്മീയ ക്ഷാമമാണ് വചനക്ഷാമം. ഹല്ലേലൂയ. എല്ലാവരുടെ കയ്യിലും ബൈബിളുണ്ട്. എല്ലാവരുടെ കയ്യിലും ബൈബിളുണ്ട്. അക്രൈസ്തവൻ്റെ കയ്യിലും ബൈബിളുണ്ട്. മുസ്ലിങ്ങളുടെ കയ്യിലും ബൈബിളുണ്ട്. ഹൈന്ദവരുടെ കയ്യിലും ബൈബിളുണ്ട്. എല്ലാവരുടെ കയ്യിലും ബൈബിളുണ്ട്. ക്രിസ്ത്യാനി, നിന്റെ കയ്യിലുണ്ട് ബൈബിൾ. സ്തോത്രം. ഇന്ന് നേരിടുന്ന ഒരു ആത്മീയ ക്ഷാമമാണ് വചനക്ഷാമം. അതിന് കാരണക്കാരൻ പുരോഹിത നീയല്ലയോ? പുരോഹിതൻ എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്, അല്ലാതെ വേറെ ആരുടെയും വേലക്കാരനല്ല പുരോഹിതൻ, ഒരു ദൈവദാസൻ. പരിശുദ്ധാത്മാവ് എഴുതി തന്ന ഈ തിരുവചനം പരിശുദ്ധാത്മാവ് എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിപ്പിക്കുക, അല്ലാതെ സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുകയല്ല വേണ്ടത്. ആ സഭയുടെ പാരമ്പര്യം നീ പഠിപ്പിച്ചാൽ ജനം സത്യം അറിയില്ല, അവർ സ്വാതന്ത്ര്യം പ്രാപിക്കില്ല. ഇപ്പോഴും അടിമകളെ പോലെ കെട്ടിയിട്ടിരിക്കുകയാണ്. വചനക്ഷാമമാണ്. 2ാമത്തെ ക്ഷാമം വിശ്വാസക്ഷാമം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18:8. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിശ്വാസത്തിന് വലിയ ക്ഷാമം നേരിടുന്നു. എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്ത് ദൈവവിശ്വാസം ത്യജിച്ച് തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പലരും മാറുന്നത്. ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഒന്നും അവർക്കൊരു പ്രശ്നമല്ല, ദൈവം അവർക്കൊരു പ്രശ്നമല്ല. ദൈവമില്ലാത്ത, വിശ്വാസമില്ലാത്ത ഒരു ലോകത്തിലൂടെ മൂവ് ചെയ്യാനാണ് ഇപ്പോഴത്തെ തലമുറ ആഗ്രഹിക്കുന്നത്. അതിനുള്ള എല്ലാ വഴികളും ലോകത്തിൽ വെട്ടി തുറന്ന് നാഷണൽ ഹൈവേ പോലെ വച്ചിട്ടുണ്ട്. സ്തോത്രം. ഇപ്പോഴത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾ ആ ഒരു
നാഷണൽ ഹൈവേ കൂടെ സഞ്ചരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മകനെ, മകളെ, നിത്യതയിലേക്കുള്ള, സന്തോഷത്തിലേക്കുള്ള, സമാധാനത്തിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, ഞെരുക്കമുള്ളതാണ്. നാഷണൽ ഹൈവേ കൂടെ പോവല്ലേ. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് യേശുവിൻ്റെ വിശ്വാസമാണ്. യേശുവിൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ശിഷ്യന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറി തരുന്നത്. അപ്പോൾ ഇന്ന് വിശ്വാസത്തിന് വലിയ ക്ഷാമം നേരിടുന്നു. എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്ത് ദൈവവിശ്വാസം ത്യജിച്ച് തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പലരും മാറിക്കൊണ്ടേയിരിക്കുന്നു. നോഹയുടെയും ലോത്തിൻ്റെയും പോലെയുള്ള ഒരു കാലഘട്ടം. കുഞ്ഞുങ്ങളിലും യുവതലമുറകളിലും ദൈവവിശ്വാസം കുറഞ്ഞു വരുന്നു. യേശു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു ചോദിക്കുന്നു. കാലത്തിൻ്റെ ഗതികളെ നമുക്ക് വിവേചിച്ചറിയാം. അവസാനത്തോളം വിശ്വാസം മുറുകെ പിടിച്ച് സഹിച്ചു നിൽക്കാം. കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകാതെ, പാപത്തിൽ വീണു പോകാതെ, നിത്യജീവൻ അനുഭവിക്കുവാനായി വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നിശ്ചയം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായി ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങി അവിടുത്തെ പൊൻകരം ഞങ്ങളെ താങ്ങിയതിനാൽ ആരോഗ്യത്തോടെ തിരുസന്നിധിയിൽ വീണ്ടും കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ജോഷുവായെ പോലെ അറിഞ്ഞ സത്യത്തിൽ അന്ത്യത്തോളം ഉറച്ചു നിന്ന നല്ല ഓട്ടം ഓടുവാനും പൂർത്തീകരിക്കുവാനും വിശ്വാസത്തിൽ തന്നെ മരിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്നും വചനത്തിൽ നിന്നും വ്യതിചലിക്കാതെ അന്ത്യത്തോളം സ്തോത്രം വചനത്തിൽ തന്നെ ഉറച്ചു നിന്ന് യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വയലുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബിസിനസ്സുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിശാലത വരുത്തുന്നതിനായി സ്തോത്രം. അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും ഓറ്റിപ്പോകാതെ അവിടുന്ന് മാനിച്ചനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അപ്പ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ പ്രത്യേകമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശേഷാൽ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് കർത്താവേ. ഇന്ന് പല ടെസ്റ്റിനായി പോകുന്ന മക്കളുണ്ട്. അവരെയെല്ലാം തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. അവർ പഠിച്ചത് നന്നായി ഗ്രഹിച്ച് പരീക്ഷ അറ്റൻഡ് ചെയ്യുവാൻ അവരുടെ കരങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളിലുള്ള ഭയം വിട്ടുമാറട്ടെ. സമാധാനത്തോടെ സന്തോഷത്തോടെ പരീക്ഷ അറ്റൻഡ് ചെയ്യുവാൻ, നന്നായി എഴുതുവാൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ നിൻ്റെ ഉള്ളം കയ്യിൽ അവരെ സൂക്ഷിക്കണമേ കർത്താവേ. അവരേത് സാഹചര്യത്തിലാണോ ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിക്കുവാൻ യാക്കോബ് അങ്ങേ മുറുകെ പിടിച്ചതുപോലെ, ജോഷുവയും കുടുംബവും അങ്ങോട് പറ്റിച്ചേർന്ന് നടന്നതുപോലെ, ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ, ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ തലമുറകളും ഞങ്ങളുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും അവിടുത്തോട് ചേർന്ന് നടന്നെടുക്കപ്പെടുവാൻ അവരെ സഹായിക്കണമേ കർത്താവേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൂതഗണം വാഴ്ത്തിടുമാ നാട്ടിലെൻ്റെ പ്രിയനൊപ്പം വിശ്രമിച്ചിടും. കോടക്കോടി ദൂതഗണം വാഴ്ത്തിടുമാ നാട്ടിലെൻ്റെ പ്രിയനൊപ്പം വിശ്രമിച്ചിടും. മായയാമി ലോകം വിട്ടൻ ക്ഷീണമെല്ലാം തീർത്തു ഞാൻ പൊന്നുമാറിൽ ചാരിടുമെന്ന്. മായയാമി ലോകം വിട്ടൻ ക്ഷീണമെല്ലാം തീർത്തു ഞാൻ പൊന്നുമാറിൽ ചാരിടുമെന്ന്. ആനന്ദം പരമാനന്ദം നിൻ വരവിൻ നാളിൽ, കാന്തയായി ഞാൻ ചേർന്നിടും നാളിൽ.
നിത്യമാമൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ മോദമായി ഞാൻ പാർത്തിടും നാളിൽ. നിത്യമാമൻ വീട്ടിൽ കർത്തനെ നിൻ ചാരെ മോദമായി ഞാൻ പാർത്തിടും നാളിൽ.